അബ്രഹാം, നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്. ഞാൻ നിന്റെ പരിചയമാണ്. ഞാനാണ് നിന്നെ വിളിച്ചതെങ്കിൽ ഞാൻ നിന്റെ പരിചയമായിരിക്കും. നീ ഭയപ്പെടരുത്. ഞാനാ നിന്നെ വിളിച്ചത്. ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ നിന്നെ പ്രിസർവ് ചെയ്യും. എത്ര യുദ്ധങ്ങൾ നിനക്കെതിരെ വരട്ടെ, എത്ര വെല്ലുവിളികൾ നിനക്കെതിരെ വരട്ടെ, എത്ര പ്രശ്നങ്ങൾ നിനക്കെതിരെ ഉടലെടുക്കട്ടെ, ഞാനല്ലേ അബ്രഹാം നിന്നെ വിളിച്ചത്. മെസ്സപ്പെട്ടോമിയയിലെ പട്ടണത്തിൽ ഒന്നിൽ നിന്ന് ഞാനല്ലേ നിന്നെ പൊക്കിയെടുത്തത്. ഹാരാനിൽ വന്ന് തിരിച്ചു പോകാമെന്ന് ചിന്തിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഞാനല്ലേ നിന്നെ മുമ്പോട്ട് നയിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു, അബ്രഹാം, നീ ഭയപ്പെടരുത്. ഞാൻ നിന്റെ പരിചയമായിരിക്കും എന്ന് പറഞ്ഞാൽ നിന്നെ വെട്ടുന്ന വെട്ടൊക്കെ എന്റെ മേളിൽ കൊള്ളും. നിന്നെ കുത്തുന്ന കുത്തൊക്കെ എന്റെ മേളിൽ കൊള്ളും. നിന്റെ മേളിൽ വരുന്ന വെടിയുണ്ടകളൊക്കെ എന്റെ മേളിൽ വരും. നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടും. നോ അബ്രഹാം, നീ ഭയപ്പെടരുത്. ഞാൻ നിന്റെ പരിചയ. ഞാൻ നിന്നെ വിളിച്ചുവെങ്കിൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് യൂദ ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ അതൊരു പാക്കേജാണ്. നിങ്ങളുടെ കോളിംഗ് എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. ലവ് ആൻഡ് പ്രിസർവൻസ്, സ്നേഹവും സംരക്ഷണവും അതിനകത്തുണ്ട്. ദൈവം നിങ്ങളെ വിളിച്ച വിളിയുടെ നിയോഗമെടുക്കാൻ ഭയപ്പെടരുത്. ശുശ്രൂഷ എടുക്കാൻ ഭയപ്പെടരുത്. ശുശ്രൂഷ ഏൽപ്പിച്ചവൻ സൂക്ഷിപ്പാനും ശക്തനാണ്. നിയോഗം ഏൽപ്പിച്ചവൻ സംരക്ഷിപ്പാനും ശക്തനാണ്.